ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ്യുസ് സ്വാലിഹീൻ. വഅശ്ഹദു അന്ന നബിയ്യനാ വസയ്യിദനാ മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹുൽ അമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മഗ്‌രിബിയോട് അടുത്ത സമയമായതുകൊണ്ട് ആമുഖമൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീൻ വളരെ അവസരോചിതമായി പ്രഖ്യാപിച്ച ആദർശ ക്യാമ്പയിൻ, അതിൻ്റെ മധ്യമേഖല സമ്മേളനം നടക്കുകയാണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു. വളരെ ചുരുങ്ങിയ വിധത്തിൽ പ്രധാനപ്പെട്ട ചില അടിസ്ഥാന വിഷയങ്ങൾ, എന്നാൽ സാധാരണ ജനങ്ങളിലേക്ക് നമ്മുടെ സന്ദേശത്തെ എത്തിക്കാൻ ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ചില അടിസ്ഥാന തത്വങ്ങളെ നാം ആ രൂപത്തിൽ സംസാരിക്കേണ്ടി വരുമെങ്കിലും പ്രധാനമായും പൊതുസമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ ദീൻ പഠിക്കേണ്ടത് നമ്മുടെ മഹാന്മാരായ പൂർവികരിൽ നിന്നാണ്. അവരുടെ ദീന് എന്തായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ് സ്വാദിഖീൻ, സ്വാദിഖീങ്ങളുടെ മഅയ്യത്ത് നിങ്ങൾക്കുണ്ടാവണം എന്ന്. വമഅ തഖ്തളി അസ്സുഹ്ബ, മഅ എന്ന വാക്ക് സുഹബത്തിനെ തേടുമെന്ന് മുഫസ്സിരീങ്ങൾ കൃത്യമായി വിവരിച്ചു. അപ്പൊ നിങ്ങൾ സത്യം പറയണം എന്നതല്ല ആ വാക്കിന്റെ പ്രധാന താല്പര്യം. അതാദ്യം പറഞ്ഞു കഴിഞ്ഞു. സാദിഖീങ്ങളുടെ കൂടെ നിൽക്കുക. സാദിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വാക്കാണ്. വലിയ വാക്കാണെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളോടുള്ള സിദ്ഖ് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് പറഞ്ഞ ഇലാഹിയായ സാമീപ്യം അനുഭവിക്കുന്ന, അള്ളാഹുവിനോടുള്ള മുആമലാത്തിൽ പൂർണ്ണമായി സിദ്ഖ് ഉൾക്കൊണ്ടിട്ടുള്ള സാദിഖീങ്ങൾ, അവർക്ക് ബാക്കി സിദ്ഖൊക്കെ ഉണ്ടാകും. ഈമാനിന്റെ ഏറ്റവും ഉയർന്ന നിലവാരമാണ് അവിടെ പറയുന്നത്. അവരുടെ കൂടെ നിന്ന് അവരെ സ്നേഹിച്ചു, അവരുടെ സുഹബത്തിനെ ഉപയോഗപ്പെടുത്തി അവരുടെ ഒപ്പമെത്താൻ ശ്രമിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. ഞാൻ നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. ഇവിടെ ഇരിക്കുന്നതൊക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. ഈ ആശയത്തെ പല രൂപത്തിൽ നമ്മൾ സമർത്ഥിക്കാറുണ്ട്, നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് എന്തിനാണ് ഈ സുഹബത്തും ഈ മഹബത്തും ഒക്കെ, അവരെ കൂടെ കൂടിയിട്ട് എന്താ കാര്യം, എന്താണ് അതിൻ്റെ ആവശ്യം, അള്ളാഹു പോരെ? അതിന് വളരെ കൃത്യമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയിലുണ്ട്.
അത് റസൂലുള്ളാഹിന്റെ മാത്രം പ്രാർത്ഥനയല്ല, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടക്കം പ്രാർത്ഥനയായിരുന്നു എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ദുആ ചെയ്യാറ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക എന്നാണ്. നിന്റെ ഹുബ്ബ് മാത്രം പോരാ, നിന്റെ അഹ്ബാബിന്റെ ഹുബ്ബും വേണം എന്ന്. എന്താ അതിന്റെ ആവശ്യം? നിന്റെ ഹുബ്ബ് മാത്രം എനിക്ക് പോരാ, നിന്റെ അഹ്ബാബിന്റെ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഇളാഫത്ത് ഫായിലേക്കും മഫ്ഊലിലേക്കും ആവാം. അവർ എന്നെ സ്നേഹിക്കണം, എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയണം എന്ന്. എന്തായിരിക്കും ഇതിന്റെ താല്പര്യം? ഖുർആൻ തന്നെ പറയുന്നതല്ലേ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന്. അതിന്റെ താല്പര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ സംശയം വരുന്നത്. അവരുടെ കൂടെ നിൽക്കുക എന്നത് അള്ളാഹുവിന്റെ മഹബ്ബത്തിന്റെ പ്രതിഫലനമാണ്. മാത്രവുമല്ല അതിന്റെ ഹിസ്നുമാണ്, അതിന്റെ കാവലുമാണ്. അത് നശിക്കാതിരിക്കാനും അത് വളരാനുമുള്ള വളവുമാണ്. അതുകൊണ്ടാണ് വഹുബ്ബ മൻ യുഹിബ്ബുക എന്ന് കൂടെ ദുആ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്താ കാര്യമുണ്ട്. അത് ഇതേ ഹദീസിന്റെ, ഇത് തുർമുദി റിവായത്ത് ചെയ്ത ഹദീസാണ്. ആ ഹദീസ് ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണ് റിപ്പോർട്ട്. അതിന്റെ മറ്റൊരു റിപ്പോർട്ട് ഇതേ തുർമുദി തന്നെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു യസീദ് അൽ ഖത്മിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ ദുആഇഹി അല്ലാഹുമ്മ അർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ യൻഫഉനി ഹുബ്ബുഹു ഇൻദക. വഹുബ്ബ മൻ യുഹിബ്ബുക എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്ത് വേറെ ചില ആളുകളുടെ മഹബ്ബത്തും എനിക്ക് വേണം. അതെന്തിനാണ്? യൻഫഉനി, എനിക്ക് ഉപകരിക്കും, ഹുബ്ബുഹു, അവരുടെ ഹുബ്ബ് ഇൻദക, നിന്റെ അടുത്ത്. അവരെ സ്നേഹിച്ചാൽ, അവരെ കൂടെ കൂടിയാൽ അതിന് ഗുണമുണ്ട്, അതിന് ഫലമുണ്ട്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അവരെ സ്നേഹിക്കാനും അവരിൽ നിന്ന് സ്നേഹം പിടിച്ചു പറ്റാനും എനിക്ക് നീ തൗഫീഖ് നൽകണമേ എന്നാണ് ആ ദുആ. അത് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പഠിക്കാനുള്ള ആ ഒരൊറ്റ കാര്യം തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിന് ഉപോത്ബലകമായി 2-3 കാര്യങ്ങൾ പറയാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനികളിൽ എണ്ണപ്പെട്ട മഹാനവറുകൾ, യാ ലഹു മിൻ അബ്ഖരിയ്യിൻ, എന്തൊരു പ്രതിപാദനനാണ് ഉമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നല്ല, നമുക്കറിയാം, അനുബന്ധമായി പറയാണ്. പക്ഷെ അതിലും സുന്നത്ത് ജമാഅത്തിനെ നമുക്ക് സമർത്ഥിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നത്. സഹിഹ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടി വന്നു. പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യുദ്ധം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ജാരിയത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി നദർതു അൻ അളിബ ബൈന യദൈക ദുഫ ഇൻ റജഅത സാലിമ. യുദ്ധത്തിൽ ഒരു പോറലുമേൽക്കാതെ സുരക്ഷിതരായി അങ്ങ് തിരിച്ചു വന്നാൽ അതിലെ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് അങ്ങയുടെ മുന്നിൽ വന്ന് ദഫ് മുട്ടി പാട്ട് പാടാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന്. അപ്പൊ റസൂലുള്ള പറഞ്ഞ മറുപടി, ഇൻ കുന്തി നദർതി ഫളിബി, നീ അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ദഫ് മുട്ടിക്കോ, പാട്ട് പാടിക്കോ എന്ന്. അങ്ങനെ ആ കുട്ടി പാട്ട് പാടുകയാണ്, ദഫ് മുട്ടി പാട്ട് പാടുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോഴും പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അകലെന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ വേഗം പേടിച്ച കുട്ടി ആ ദഫ്, ആ ചെണ്ട താഴെ വെച്ചിട്ട് വേഗം അതിന്റെ മേലാണ്ടിരുന്നു, പേടിച്ചിട്ട്. സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യാ ഉമർ, ഈഹിൻ ഈഹിൻ ഇബ്നുൽ ഖത്താബ്. അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ലഖിയത്ക ശൈത്താനു സാലിക്കൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. നിങ്ങളെ പിശാച് കണ്ടാൽ പേടിച്ചു പോകും എന്ന്. നിങ്ങൾ ഒരു വഴിയിലൂടെ വരുമ്പോ പിശാച് ആ വഴിയിലൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നത് കണ്ട വഴി മാറിപ്പോകും, അത്ര പേടിയാണ് എന്ന്. മഹാന്മാരായ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനിയെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ യവാഖീത്ത് ജവാഹിർ പോലെയുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാർക്ക് പിശാച് ബാധ ഏൽക്കുന്നത് പോലെ പിശാചിന് മൂമിൻ ബാധ ഏൽക്കും എന്ന്.
മനുഷ്യബാധ അങ്ങോട്ട് ഏൽക്കും. മഹാന്മാരായ നൂറാനിയത്തിന്റെ കമാലിലേക്ക് എത്തിയ ആളുകളെ അടുത്തുകൂടെ പോകാൻ പിശാചിന് സാധിക്കുകയില്ല എന്ന്. അതിന്റെ അസ്ലാണ് ആ പറഞ്ഞത്. നിങ്ങളെ കണ്ടാൽ റസൂലുള്ള തമാശ പറയുന്നതല്ല. റസൂലുള്ളാഹിന്റെ ഖൗലും ഫസ്ലാണ്. അത് എപ്പോ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ കണ്ടാൽ പിശാച് പേടിക്കുന്ന മഖാമിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന്. അത് ഇവിടെ കുട്ടിക്ക് പൊതുവിൽ റസൂലുള്ളാഹിയുടെ ഭാര്യമാര് പറഞ്ഞല്ലോ, അൻത അഫളു വഅഗ്ലദു എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഭാര്യമാരിങ്ങനെ വർത്താനം പറഞ്ഞ് ഒരു ശബ്ദമൊക്കെ ഉയർന്നു. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോഴും വന്നു. അപ്പോഴും അത് നടക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ എല്ലാവരും കൂടി ഉള്ളിൽ പോയി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു, നിങ്ങൾ റസൂലുള്ളാഹിയുടെ മുന്നിൽ ശബ്ദം വെക്കുന്നു, ഞാൻ വന്നപ്പോ എന്നെ റസൂലുള്ളാഹിനെ കാട്ടും പേടിയാണോ നിങ്ങൾക്ക് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അൻത അഫളു വഅഗ്ലദു. അപ്പോ മൂപ്പരുടെ ഒരു പ്രകൃതി ഉണ്ട്, അതിനനുസരിച്ചൊരു ഗാംഭീര്യം നിറഞ്ഞ മുഖമാണ്. അതിന്റെ ഒരു ഭയപ്പാട് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ കണ്ടാ മൂപ്പരുടെ വടി ഉണ്ടാവും, ഒരു പടയും കൊടുക്കും. അപ്പൊ അതുകൊണ്ടുള്ള ആ ഒരു സംഭവമാണ് ആ സംഗതി നടന്നത്. ഇവിടെ കൃത്യമായി ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നേർച്ച എന്ന് പറഞ്ഞാൽ ഇൽത്തിസാമു ഖുർബത്തിൻ ലം തതഅയ്യൻ. ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ അത് എന്റെ പ്രധാന വിഷയത്തിൽപ്പെട്ടതല്ല, അനുബന്ധമായി പറയാൻ. പക്ഷെ അതിൽ വലിയ പാഠമുണ്ട്. ഇൽത്തിസാമു ഖുർബത്തിൻ ലം തതഅയ്യൻ, ഫർള് ഐനല്ലാത്ത ഒരു സൽക്കർമ്മത്തെ നേർച്ചയാക്കുക, ഏറ്റെടുക്കുക, നിർബന്ധമാക്കലാണ്. അതാണ്. അതൊന്നും അവർ വെറുതെ പറയാനില്ല, ഒക്കെ ഹദീസിലുണ്ട്. അപ്പോ ഇത് ഖുർബത്താണോ? പാട്ടുപാടൽ ഖുർബത്താണോ? ചെണ്ടമുട്ടൽ ഖുർബത്താണോ? പിന്നെ എങ്ങനെ റസൂലുള്ള ആ നെതിറിനെ അംഗീകരിച്ചു? ഇൻ കുന്തി നദർതി ഫദ്രിബി. ഇപ്പൊ യുദ്ധം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കാനുള്ള മൂഡിലൊന്നല്ല. പക്ഷെ ഈ അങ്ങനെ നീർച്ചയാക്കിക്കണമെങ്കിൽ അത് ചെയ്യണമല്ലോ, എന്നാൽ ചെയ്തോളൂ. റസൂലുള്ള എങ്ങനെ ആ നെതിറിനെ അംഗീകരിച്ചു എന്ന വലിയ ചർച്ച ഇട്ടുകൊണ്ട് വിശദമായി അതുമായി ബന്ധപ്പെട്ട മുബാഹായ കാര്യമാവുമ്പോൾ അതിന് നെതിർ ചെയ്താൽ നടക്കില്ല എന്നതിന് വേറെ തെളിവുകൾ ഉദ്ധരിച്ചു. ഒരാള് റസൂലുള്ള ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ വെയിലത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ റസൂലുള്ള ചോദിച്ചു, എന്താ അയാൾ അവിടെ നിൽക്കണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ മൂപ്പര് നീർച്ചയാക്കിക്കാണ്, വെയിൽ കൊള്ളാനും നിൽക്കാനും ഇരിക്കില്ലാന്നും നിൽക്കാനും നോമ്പ് വെക്കാനും. അപ്പൊ റസൂലുള്ള പറഞ്ഞു, മുറൂഹു ഫൽയജ്ലിസ്. ആ നീർച്ച സഹിയാവൂല. അയാള് വെയിൽ കൊള്ളണ്ട, തണലത്തിരിക്കട്ടെ, അതും സഹിയാവൂല. നോമ്പ് പൂർത്തിയായിക്കോട്ടെ, അത് ഖുർബത്താണ്, സഹിയാവുന്നു. ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവസാനം മഹാനവറുകൾ അതിന് തീർപ്പ് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു മുബാഹായ കാര്യമാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം കൊണ്ട്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മഖ്സൂദ് നിയ്യത്ത് കൊണ്ട് അത് ഖുർബത്തായി മാറും. എന്നിട്ട് ഉദാഹരണം പറഞ്ഞു, ഉച്ച സമയത്ത് കൈലൂലത്തിന്റെ ഉറക്കം പോലെ രാത്രി തഹജ്ജുദ് നിസ്കാരമുള്ള തഖവ്വി ഉദ്ദേശിച്ചാൽ ഈ മുബാഹ് അത് ഖുർബത്താകുന്നു എന്നതുപോലെ റസൂലുള്ളാഹിയുടെ ഒരു സന്തോഷത്തിൽ സന്തോഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പാട്ടുപാടലായപ്പോൾ അത് ഖുർബത്തായി. അതുകൊണ്ട് അതിന്റെ നെതിറിനെ റസൂലുള്ളാഹി അംഗീകരിച്ചു എന്ന്. ഇതിൽ ഒരുപാട് തെളിവുകളുണ്ട്. റബീഉൽ അവ്വലൊക്കെ വരികയാണല്ലോ, ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ ബുഖാരിയുടെ ഹദീസുകളാണ്, സഹീഹായ ഹദീസുകളാണ്. ആ നിലക്ക് അവിടെയും പറഞ്ഞിട്ടുണ്ട്. ആ അൻത അഫളു വഅഗ്ലദു എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു, പിന്നെ റസൂലുള്ളാഹി ആ സമയത്തും പറഞ്ഞിട്ടുണ്ട്, മാ ലഖിയക ശൈത്താനു സാലിക്കൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക എന്നും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്താകുന്നു. ആ വഫാത്താകുന്ന രംഗം നമുക്ക് ശരിക്കറിയാം. അദ്ദേഹം ഉദ്ദേശിച്ച പോലെ മഹാനവറുകൾ റസൂലുള്ളാന്റെ പള്ളിയിൽ റസൂലുള്ളാന്റെ ആ ബൽദത്തിൽ മരിക്കണം, ഷഹീദാവണം, ദുആ ചെയ്യണം. എല്ലാവരും ചോദിക്കുന്നു, അതെങ്ങനെ നടക്കുന്നു? യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധത്തിന് പോകണ്ടേ? ഇവിടെ ആരും വന്ന് ധൈര്യപ്പെടില്ലല്ലോ. ഉമറെന്ന് കേട്ടാൽ ലോകം വിറക്കുന്ന കാലല്ലേ. അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചു, തരല് പടച്ചോന്റെ പണിയല്ലേ എന്ന്. അത് അള്ളാഹു അക്ഷരാർത്ഥത്തിൽ എന്നല്ല, അതിലപ്പുറം റസൂലുള്ളാന്റെ നാട്ടിലെന്നല്ല, ആ പള്ളിയിലെന്നല്ല, മെഹ്റാബിൽ നിൽക്കുമ്പോഴാണ് ഷഹാദത്ത് തേടി വന്നത്, അതിന്റെ കാരണം തേടി വന്നത്. അങ്ങനെ അള്ളാഹു സ്വീകരിച്ച മഹാനവറുകൾ വഫാത്തായി. പിന്നീട് വഫാത്തായി. അതിനുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മുത്തഫഖ് അലൈഹി ആ ഹദീസിൽ കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല ഇന്നി ലവാഖിഫുൻ ഫീ ഖൗമിൻ ഫദഉ അല്ലാഹ ലിഉമർ. മയ്യത്ത് കട്ടിലിൽ വെച്ചാൽ ദുആ എടുക്കാറുണ്ട്. എന്ന പോലെ ബഹുമാനപ്പെട്ട കോലത്തിൽ ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ആ ജനാസ മയ്യത്ത് കട്ടിൽ വെച്ച സമയത്ത് വലിയ സമൂഹം അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനുമുണ്ട്, തിക്കും തിരക്കുമുണ്ട്. വഖദ് വുദിഅ അലാ സരീരിഹി, മയ്യത്ത് കട്ടിൽ വെച്ച സമയത്താണ്.
ഇദാ റജുലുൻ മിൻ ഖൽഫി, അപ്പൊ ഒരാൾ എന്റെ പിന്നിൽ വന്നു. ഖദ് വളഅ മിർഫഖഹു അലാ മൻകിബി, മൂപ്പര് വന്നിട്ട് മൂപ്പരെ കൈ എന്റെ ചുമലിൽ ഇങ്ങനെ വെച്ചു. ആരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, തിരക്ക് കൊണ്ട് തിരിഞ്ഞു നോക്കാനും കഴിയുന്നില്ല. ഒരാൾ വന്ന് എന്റെ ചുമലിൽ കൈവെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു യഖൂലു, മൂപ്പരിങ്ങനെ പറയുന്നുണ്ട്, യർഹമുക്കല്ലാഹ്, മൂപ്പരും ദുആർക്കാൻ തുടങ്ങി, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് പിന്നെ പറഞ്ഞു, ഇന്നി ലഅർജു അൻ യജ്അലകല്ലാഹു മഅ സാഹിബൈക, നിങ്ങളിപ്പോ വഫാത്തായി, ഇനി നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ മഹാന്മാരായ രണ്ട് സാഹിബമാര് ചങ്ങാതിമാരുണ്ടല്ലോ, മഹാനായ സിദ്ദീഖുൽ അക്ബറും ഹബീബായ റസൂലുള്ളാഹിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ കൂടെ തന്നെ നിങ്ങളും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കൊതിക്കുന്നു. എന്താ കാരണം? നിങ്ങൾ ഇങ്ങനത്തെ വലിയ മഹാനല്ലേ, നിങ്ങൾ ഒരുപാട് ഫുതൂഹുകൾ ചെയ്ത ആളല്ലേ, നിങ്ങളെ കൊണ്ടല്ലേ ഇസ്ലാമിന് ഇസ്സത്ത് ഉണ്ടായത്. അതൊന്നുമല്ല പറഞ്ഞത്. ലിഅന്നി കസീറൻ മാ കുൻതു അസ്മഉ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ധാരാളമായി റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുൻതു അനാ വ അബൂബക്കറിൻ വ ഉമർ ഫഅൽതു അനാ വ അബൂബക്കറിൻ വ ഉമർ ഇൻതലഖ്തു വ അബൂബക്കറിൻ വ ഉമർ വ ഖറജ്തു അബൂബക്കറിൻ വ ഉമർ, ഞാനും അബൂബക്കറും അങ്ങനെ ഉമറും അങ്ങനെ ചെയ്തു, ഞാനും അബൂബക്കറും ഉമറും കൂടി ഒരുത്തിലേക്ക് പോയി, ഞാനും അബൂബക്കറും ഉമറും കൂടി ഇങ്ങനെ. എന്ത് റസൂലുള്ള പറയും, നിങ്ങളെ രണ്ടാളും ചേർത്തിട്ടാ പറയാ. നിങ്ങൾക്ക് ആ കൂനൂ മഅസ് സാദിഖീൻ എന്ന് പറഞ്ഞ ആ മഅയ്യത്ത് റസൂലുള്ളാഹിന്റെ കൂടെ പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രയാണത്തിലും ആ മഅയ്യത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. കണ്ടോ, ആ മഅയ്യത്ത് എല്ലാ സഹാബികൾക്കുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണമായ കാമിലായ രൂപത്തിൽ എന്ത് പറയുമ്പോഴും ഞാനും മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ, പിന്നെ ചെന്നായ സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു റസൂലുള്ള ഒരിക്കൽ ചെന്നായ സംസാരിക്കുന്ന പശു സംസാരിച്ച സംഭവമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ അത്ഭുതപ്പെട്ടു, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തകല്ലമൂൻ, പശു സംസാരിക്കുകയോ എന്ന് അത്ഭുതപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ അത്ഭുതമോ? ഊമിനു ബിഹി അനാ വ അബൂബക്കറിൻ വ ഉമർ വമാ ഹുമാ തമ്മ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി അപ്പൊ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ഇതിൽ എന്താ അത്ഭുതം? ഞാനും അബൂബക്കറും ഉമറും യാതൊരു അത്ഭുതവും ഇല്ലാതെ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണ ആ സമയത്ത് അത് പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴൊന്നും അവർ രണ്ടാളും അവിടെ ഇല്ല. ആ ഒരു ദർജയിലേക്ക് എത്തിയ മഹാന്മാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിനെ പല രൂപത്തിൽ ശുറാഹ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു ഷെയ്ഖിന്റെ മുറബിയായ ഷെയ്ഖിന്റെ ശരിയായ മുരീദായി കഴിഞ്ഞാൽ അവരവിടെ സ്ഥലത്തും ഉണ്ടാവണമെന്നില്ല, അവർ എവിടെയാണെങ്കിലും ഈ ഷെയ്ഖിന്റെ കൽബിൽ വരുന്നത് ആ മുരീദിന്റെ കൽബിലേക്ക് എത്താൻ കമ്പി അവിടെ പ്രവർത്തിക്കുമെന്നതിന്റെ സൂചനയാണെന്ന് ആരിഫീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചു. എന്തോ ആവട്ടെ, അവരവിടെ ഇല്ലാത്തപ്പോഴാ ഇത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പൂർണ്ണമായ സുഹബത്ത് നിങ്ങൾക്കുണ്ടായത് കൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ബർസഖിയായ ഖബറിൽ പോലും മഹ്ശറിലും നിങ്ങൾ ഒരുമിച്ചായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് ഈ ആളിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, തിരക്കൊക്കെ കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കി. അപ്പൊ നോക്കുമ്പോ ആരാന്നറിയത്? ഫൈദാഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശരിയായ സമസ്തക്കാരനായിരുന്നു, നമ്മുടെ ആദർശമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മഹാന്മാരെ കൂടലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ മഹാനായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ഇത് സുന്നികളല്ലാതെ സമസ്തയല്ലാതെ ആരവിടെ പഠിപ്പിക്കുന്ന ഉമ്മത്തിനെ? ഒരു വഹാബി ഇത് പഠിപ്പിക്കോ? ഇതിൽ നിന്ന് അകറ്റാനല്ലേ പരമാവധി അവർ ശ്രമിക്കുന്നത്. എന്നാൽ സഹാബത്ത് പഠിപ്പിച്ച ഇതല്ലേ, ഇത് കൃത്യമല്ലേ? ഇത് എവിടെ നിന്നെങ്കിലും കൊണ്ട ഹദീസ് അല്ലല്ലോ, മുത്തഫഖ് അലൈഹി ഹദീസ് അല്ലേ? ഇതിൽ ഒരുപാട് പാടല്ലേ സഹാബത്ത് അലി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഘം അംഗീകരിച്ച ഹദീസ് അല്ലേ ഇത്? ഇതിനെ ഇവന്മാരൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? അതല്ലായിരുന്നു അവിടെ പറയേണ്ടത്. ഇവര് ചിലപ്പോൾ ഇവര് പറയും അതല്ലായിരുന്നു അവിടെ പറയേണ്ടിയിരുന്നത്. അവിടെ പറയേണ്ടിയിരുന്നത് നിങ്ങളെ കൊണ്ട് കുറെ ഫുതൂഹ് കിട്ടിയില്ലേ, നിങ്ങളെ കൊണ്ട് അതുണ്ടായില്ലേ, ഇതുണ്ടായില്ലേ, അതല്ല അവർ പറഞ്ഞത്. അതൊക്കെ കബൂലാകുന്നത് ഈ മഹബത്തിനനുസരിച്ചാണ്. അല്ലെങ്കിൽ അതിലൊക്കെ തകരാറ് സംഭവിക്കാം.
ആ ഒരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിനനുസരിച്ച് നമ്മുടെ എല്ലാ വിഷയങ്ങളും ശക്തിപ്പെടും. അതിന്റെ ഗുണം നമ്മുടെ ദുന്യവിയായ ജീവിതത്തിലും ഉഖ്റവിയായ ജീവിതത്തിലും ലഭിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ, സഹീഹായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എടുത്തു ധരിക്കാൻ കഴിയും. അതിൽപ്പെട്ടതാണല്ലോ നമ്മൾ പറയാറുണ്ടല്ലോ സഫീന റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം. ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്യുകയും കിതാബ് മഅരിഫത്ത് സ്വഹാബ എന്ന അധ്യായത്തിൽ അത് ഉദ്ധരിക്കുകയും വഖാല സഹീഹുൻ അലാ ശർത്തി മുസ്ലിം, മുസ്ലിമിന്റെ ഷർത്ത് അനുസരിച്ച് സഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസാണത്. ഇബ്നു തൈമിയ്യ അടക്കം ഈ സംഭവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്, ഷൗക്കാനി അടക്കം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവത്തിൽ പറയാണ് അൻ മുഹമ്മദുൽ മുൻഖദിർ റളിയല്ലാഹു തആല അൻഹു അന്ന സഫീന മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖാദിമും മൗലയുമായിരുന്ന സഫീന റളിയല്ലാഹു തആല അൻഹു പറയാണ് ഖാല റകിബത്തുൽ ബഹറ, ഒരു ദിവസം ഞാൻ സമുദ്രത്തിൽ യാത്ര ചെയ്യായിരുന്നു. ഫൻകസറത്ത് സഫീനതി, എന്റെ കപ്പൽ പൊട്ടിപ്പോയി, പൊളിഞ്ഞുപോയി. അല്ലത്തി കുന്തു ഫിഹാ, കപ്പൽ പൊളിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ? നമ്മളെ വഞ്ചി പൊട്ടിയാൽ പിന്നെ അതിലെ മരം ഏതെങ്കിലും കൂടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കും. ഫറകിബ്തു ലൗഹം മിൻ അൽവാഹിഹാ, ആ കപ്പലിന്റെ ഒരു പലകയുടെ മുകളിൽ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ പോയി ഞങ്ങൾ ഒരു എത്തിപ്പെട്ടത് കാട്ടിലാണ്. ഹത്ത ഫതറഹനിൽ ലൗഹു ഫി അജമത്തിൻ, ഒരു വലിയ കാട്ടിലാണ് പോയി വീണത്. അവിടെ സിംഹമുണ്ട്, കരടിയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു അസദുണ്ട്. ഫഅഖ്ബല ഇലയ്യ യുരീദുനി, എന്നെ പിടിച്ചു തിന്നാൻ ആ സിംഹം ഇങ്ങനെ വരാൻ തുടങ്ങി. ആ സമയത്ത് ഫഖുൽതു, ഞാൻ പറഞ്ഞു യാ അബൽ ഹാരിസ്, അസദിന്റെ കുഞ്ഞത്താണ് അബുൽ ഹാരിസ്, യാ അബുൽ ഹാരിസ്, എന്റെ അടുത്തേക്ക് വരണ്ട. അന മൗലാ റസൂലില്ലാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഖാദിമാണ്, എന്നെ തൊടാൻ നോക്കണ്ട. അന മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതഅത റഅസഹു വഅഖ്ബല ഇലയ്യ ഫദഫഅനി, ഫതല അങ്ങട്ട് താഴ്ത്തി ഫഅഖ്ബല ഇലയ്യ ഫഅഖ്ബല ഇലയ്യ ഫദഫഅനി ബിമൻകിബിഹി ഹത്ത അഖ്റജനി മിനൽ അജമ, എന്റെ വഴികാട്ടിയായി എന്നെ ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ ആ സിംഹം എന്നെ സഹായിച്ചു. വമൻ യകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്തു ഫി അജാമിഹാ യതജ്മി. ആ പറഞ്ഞത് വെറുതെ അല്ല, ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടായ ഗുണാണത്. അവിടെ ഞാൻ കുറെ നിസ്കരിക്കുന്ന ആളാന്നല്ല പറഞ്ഞത്, അതൊക്കെ വലുത് തന്നെയാണ്. അതിൻ്റെ ഒക്കെ മുകളിൽ അതിനെയൊക്കെ ഫലപ്രദമാക്കുന്ന അടിസ്ഥാന ഔഷധം ഈ സുഹബത്തും മഹബത്തുമാണ് എന്നർത്ഥം. അത് സത്യസന്ധമായാൽ അതിൽ പിന്നെ ചെതൽ കയറുകയില്ല. അത് എവിടെയും പറയാൻ കഴിയും, ഞാൻ മൗലാ റസൂലില്ലയാണ് എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായത്. അതുപോലെ നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല പറയുന്ന ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ടവര് കാന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു യുഹദ്ദിസുന عن رسول الله صلى الله عليه وسلم أنه قال إن في الجمعة ജുമഅയിൽ ഇജാബത്തിന്റെ സമയമുണ്ട് എന്നുള്ള ഹദീസാണ്. അത് ഇങ്ങനെ വിശദീകരിച്ചു. അങ്ങനെ അബൂ ഹുറൈറ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞു, അബൂ ഹുറൈറ വഫാത്തായപ്പോൾ ഖുൽതു വല്ലാഹി ലഖദ് ജീതു അബാ സഈദിൻ, ഞാൻ അബൂ സഈദിൻ ഖുദരി റളിയല്ലാഹു തആല അൻഹു അരികിലേക്ക് ചെന്നു ഇതിന്റെ ഒരു വിശദീകരണം തേടാൻ വേണ്ടിയിട്ട്. ഇത് എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, കൂടുതൽ വിവരം കിട്ടിയിട്ടില്ല. ഈ യകുൻ ഇൻദഹു മിൻഹാ ഇൽമുൻ, അതുമായി ബന്ധപ്പെട്ട വല്ല കൂടുതൽ വിവരം മൂപ്പരുത്തുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി പോയതാണ്. ഫഅതൈതുഹു ഫവജദ്തുഹു യുഖവ്വിമു അറാജീന, ഞാൻ അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ടവര് ഒരു ഈത്തപ്പനയുടെ എന്താ അതിന് പറയാ, കൊതച്ചില് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, തെങ്ങിന്റെ അതിന്റെ സ്ഥാനത്ത് ഈത്തപ്പഴത്തിനുണ്ടാകുന്നതാണ് അറാജീന്. അതിനെന്താ പറയാ, എന്തായാലും ഇല്ല, അതെന്നെ മനസ്സിലായല്ലോ. അതിങ്ങനെ ശരിയാക്കുന്നുണ്ട്, യുഖവ്വിമു അറാജീന. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ അബാ സഈദ് മാ ഹാദിഹിൽ അറാജീനുല്ലതി അറാക തുഖവ്വിമു, എന്താ ഇപ്പൊ നിങ്ങൾ ഈ കൊതച്ചിൽ ശരിയാക്കുന്നത് എന്ന് പറഞ്ഞു. ഖാല ഹിയ അറാജീനു ജഅലല്ലാഹു ലനാ ഫീഹാ ബറക, അതിൽ അള്ളാഹു ഞങ്ങൾക്ക് ബർക്കത്ത് കാണിച്ചു തന്നിട്ടുണ്ട്, അതിൽ അള്ളാഹു തആല ഞങ്ങൾക്ക് ബറക്കത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു,
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബുഹാ. റസൂലുള്ളാഹിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു വടി കയ്യിലുണ്ടാകുന്നത് ഇഷ്ടമായിരുന്നു. അതിങ്ങനെ ശരിയാക്കി കൊണ്ടടക്കും റസൂലുള്ളാ. ഞങ്ങളും ചിലപ്പോൾ വേറെ വിവാഹത്തിലൊക്കെ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല വടി ഇതുപോലത്തെ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങളും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഫകുന്നാ നുഖവ്വിമുഹാ വനഅ്തീഹി ബിഹാ. അങ്ങനെ ആ സംഭവങ്ങൾ അവർക്ക് മെഹ്റാബില് ഖഫം കണ്ടപ്പോ അതുകൊണ്ട് വൃത്തിയാക്കിയത് അതൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാ, അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളിയാഴ്ച ഇതുപോലെ കഫൊക്കെ വൃത്തിയാക്കിയ ഒരു ദിവസമാണ്. അത് കഴിഞ്ഞു അന്ന് വൈകുന്നേരമായി. അന്ന് ശക്തമായ മഴയും ഇടിയും മിന്നൊക്കെ ഉണ്ടായി. അങ്ങനെ ഇഷ അന്ന് സാധാരണ പിന്തിക്കുന്ന സമയമാണ്. ഇഷ തഅജീൽ ചെയ്യലും തഅഖീർ ചെയ്യലും രണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വളരെ പിന്തിച്ച് നിസ്കരിക്കുന്ന സമയമായിരുന്നു. അതിനുവേണ്ടി ഫലമ്മാ ഖറജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോ പെട്ടെന്നൊരു മിന്നെറിഞ്ഞു. ഫറഅ ഖതാദത ഇബ്നു നുഅ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിന്നിന്റെ വെളിച്ചത്തിൽ, നല്ല ഇരുട്ടാണ്, മഴയാണ്, അവിടെ ആ മിന്നിന്റെ വെളിച്ചത്തിൽ ഖതാദത ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു. ഫഖാൽ, അപ്പൊ പറഞ്ഞു, മസ്സുറായ ഖതാദ. മൂപ്പരിങ്ങനെ ധൃതി പിടിച്ചു പോവുക. അപ്പൊ വേറെടുക്കൽ പോവാന്ന് കരുതി റസൂൽ ചോദിച്ചു, രാത്രി ഇപ്പൊ എവിടുക്കാ പോകുന്നു ഖതാദ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു റസൂലുള്ളാഹിയുടെ ബഹുമാനപ്പെട്ട ഖതാദ പറഞ്ഞു, അലിംതു യാ റസൂലല്ലാഹ് അന്ന ഷാഹിദ സ്വലാത്തി ഖലീലുൻ. മഴയാണ്, ഈ ഇരുട്ടുമാണ്, അതുകൊണ്ട് പൊതുവിൽ നിസ്കരിക്കാൻ ആള് കുറവായിരിക്കും, അതുകൊണ്ട് എന്തായാലും നിസ്കരിക്കാൻ തങ്ങളെ കൂടെ പങ്കെടുക്കണോ വെച്ചിട്ട് ഇറങ്ങിയതാണ് ഞാൻ എന്ന് പറഞ്ഞു ചുരുക്കം. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഒരു ഇഷ്ടം തോന്നി. എന്നാ പിന്നെ ഫൈദാ സ്വല്ലൈത അതിനൊക്കെ അർത്ഥമുണ്ടല്ലോ, ഫൈനൊക്കെ അർത്ഥമുണ്ടല്ലോ. ഫൈദാ സ്വല്ലൈത ഫദ്ബുത്ത്, നിസ്കരിച്ച ഈ വേഗം പോരുത്, അവിടെ തന്നെ നിൽക്കണം കേട്ടോ പറഞ്ഞു. ഹത്ത അമുറ ബിക, ഞാൻ അതിലെ വരും, എന്നിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. ആ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഫലമ്മൻ സറഫ്, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന നേരത്ത് തങ്ങള് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. ആരാണ്? ഖതാദ റളിയല്ലാഹുവിന്റെ അടുത്ത്. അഅതാഹുൽ ഉർജൂൻ, തങ്ങളെ കയ്യിലുള്ള വടിയാണ് കൊടുത്തു. ഞങ്ങളില്ലേ മഹാന്മാരൊക്കെ ഒന്ന് വടി മേടിച്ചിട്ട് നമ്മളെ ഉസ്താദുമാരും മശായിഖന്മാരൊക്കെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെ ബർക്കത്തോണ്ട് കാണുന്നത് കണ്ടിട്ടില്ലേ? ഇതിനൊക്കെ കളിയാക്കുന്നവരില്ലേ? ഏതിനാ നിങ്ങൾക്ക് തെളിവ് വേണ്ടത്? എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഇങ്ങനെയുള്ള തെളിവുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. വെറുതെ നമ്മൾ ഏതെങ്കിലും കീലകാലയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ വടി അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഖുദ് ഹാദാ, ഈ വടി പിടിക്ക്, ഇത് പിടിച്ചോ, ഇത് ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റാണ്. എന്നിട്ട് പറഞ്ഞു, ഫസയുളീഉ ലക അമാമക അശ്റാ വഖൽഫക അശ്റാ. ഈ വടിയായിട്ട് നീ ഏത് ഇരുട്ടിൽ പോകുമ്പോഴും, മൂപ്പര് ആ ഇരുട്ടിൽ ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്കുണ്ടായ സ്നേഹം കൊണ്ട് തിരിച്ചു കിട്ടിയതാ കണ്ടത്. ഈ വടി നിനക്ക് നിന്റെ മുന്നിൽ 10, ഏറ്റവും ചുരുങ്ങിയത് അടിയെന്ന് നമുക്ക് കൂട്ടാം, പോരെ, 10 അടി പ്രകാശം അതിൽ നിനക്ക് കിട്ടും. നിന്റെ ബാക്കിലും 10 അടി, അല്ല ചുരുങ്ങിയ അടിയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, എങ്ങനെയും വ്യാഖ്യാനിക്കാം. 10 കിലോമീറ്റർ എന്നാവാം, മീറ്റർ എന്നാവാം, ഒക്കെ ആവാം. പക്ഷെ അശ്റൻ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. അതെന്തുമാവാം, ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പിടിക്കുക. അങ്ങനെ നിനക്ക് അതുകൊണ്ട് വെളിച്ചം കിട്ടും, നിനക്ക് 100 കിട്ടും എന്ന് മാത്രമല്ല. നോക്കൂ, ഫൈദാ ദഖൽതൽ ബൈത, ഇനി ഈ വീട്ടിൽ പോയാൽ ശ്രദ്ധിക്കണം. വീട്ടിൽ പോയാൽ വറഅയ്ത സവാദൻ, അവിടെ ഒരു കറുത്ത രൂപം നീ കാണും. അത് കണ്ടാൽ ഫിസാവിയത്തിൽ ബൈത്തി, വീടിന്റെ ഒരു മൂലയിൽ നീ കാണും. ഫളിബുഹു ഖബല അൻ തതകല്ലമ, വേറെ റിവായത്തിൽ ഖബല അൻ യതകല്ലമ, രണ്ടുമാവാം. നീ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ്, അല്ലെ അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് പറയാൻ നിൽക്കും, അതിന്റെ മുമ്പ് ഇതുകൊണ്ട് ഒരു ഒറ്റ അടി വെച്ചു കൊടുക്കണം. ഫഇന്നഹു ലശൈത്താനുൻ, ഓൻ ശൈത്താനാണ്. എന്തെല്ലാണ് ഇവിടെ നടക്കുന്നത്? മഹാന്മാരായ സാദാത്യങ്ങളും അതുപോലെയുള്ള വലിയ റിയാദകളൊക്കെ വീട്ടിയ വലിയ വലിയ പണ്ഡിതന്മാരും, ഒരുപാട് കള്ളനാണയങ്ങളുണ്ട്. അത് വേറെ, അതെന്തിനും ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ പറ്റൂലല്ലോ. കള്ള ഡോക്ടർമാർ എത്ര ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഡോക്ടറെ മുഴുവനും തള്ളണമെന്ന് ആരെങ്കിലും പറയുമോ? എല്ലാറ്റിലും കള്ളന്മാരുണ്ട്, അത് സ്വാഭാവികമാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ട്, അത് വേർതിരിച്ച് മനസ്സിലാക്കുക. അതാണ് മുസ്ലിമിന്റെ കടമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വടി കൊടുക്കുകയാണ്. ആ വടി കൊണ്ട് അങ്ങനെ ശൈത്താന്മാരെ കൊല്ലാൻ പിന്നെ മൂപ്പർക്ക് പറ്റുകയാണ്. അങ്ങനെ മൂപ്പര് പറയാണ്, അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അത് സംഭവിച്ചു.
എൻ്റെ വീടിൻ്റെ ഒരു മൂലയിൽ. റസൂൽ അത് മുൻകൂട്ടി കാണുകയാണ്. എന്തെല്ലാം വിഷയത്തിനാണ് ഇത് തെളിവാകുന്നത്? വീട്ടിലുള്ള കാര്യം റസൂൽ അവിടുന്ന് കാണുകയാണ്. എന്നിട്ടാണത്, അതൊന്നൊരു അല്ല റസൂലിനെ പറ്റി പറയുമ്പോൾ. അതുകൊണ്ടാ പിന്നെ ഞാൻ അതൊന്നും പറയാത്തത്. ആ മൂലയിൽ ഇത് കണ്ടു, അതുകൊണ്ട് ഞാൻ അടിച്ചു. അങ്ങനെ അവന്റെ കാര്യം പോയി. എന്നിട്ട് മഹാന്മാര് പറയാ ഇങ്ങനെ, ഫനഹനു നുഹിബ്ബു ഹാദിഹിൽ അറാജീൻ. ഇങ്ങനെ റസൂലുള്ള ഇഷ്ടപ്പെടുകയും ഇങ്ങനെ റസൂലുള്ള ചെയ്യൊക്കെ ചെയ്തതുകൊണ്ട് റസൂലുള്ള ഇഷ്ടപ്പെട്ട ഈ റുജൂനുകളെ ഞങ്ങൾക്കും ഇഷ്ടാണ്. ഇതായിരുന്നടോ സഹാബത്തിന്റെ സ്വഭാവം. അതല്ലേ നമ്മൾ പകർത്തേണ്ടത്? നമ്മളെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. നമ്മൾ ഉസ്താദന്മാർക്ക് ഇഷ്ടമുള്ള കാണിച്ചിട്ട് ചിലപ്പോൾ അത് നമ്മൾ സദഖ കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ പരിഹസിക്കലാ ഒരു കൂട്ടരുടെ പണി. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിയുടെ കയ്യിലുണ്ടായിരുന്ന ഉർജൂനെയല്ല, ആ ഉർജൂനെ അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് റാജീനെ മുഴുവനും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇത് പറയുന്നത് ആരാണ്? സഹാബത്താണ്. ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്? അങ്ങനെ ഇപ്പോ എന്താ ഞാൻ പറഞ്ഞത്? ആ കൂടൽ കൊണ്ട്, ആ കൂടിയത്ത്, മഅയ്യത്ത്, ആ ഒരു മഹബത്ത്, അതിൻ്റെയൊക്കെ ഫലമാണ് കണ്ടത്. അങ്ങോട്ട് അത് ഉണ്ടായപ്പോൾ ആ റസൂലുള്ളാഹിയുടെ ഖൽബിൽ ഉണ്ടായ ആ ഒരു പ്രത്യേകമായ ഒരു റഅഫത്ത്, ആ ഒരു മഹബത്ത് കൊണ്ടാണ് അതങ്ങോട്ട് കൊടുത്തത്. അത് വലിയ കിട്ടലല്ലേ? അങ്ങനെ മഹാന്മാരൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവും യർമൂക്ക് യുദ്ധത്തിൽ ഒരുപാട് താരീഖിന്റെ കിതാബുകൾ, മഗാസിയൊക്കെ പരിശോധിച്ചാൽ കാണാം. അവിടുത്തെ ഹിറഖലിന്റെ പ്രതിനിധികളുമായി സംസാരിച്ചതൊക്കെ. അങ്ങനെ ആ സംസാരം ഒരിക്കൽ അവരുടെ ഒരു പ്രതിനിധികൾ, ജർജീസ് എന്ന് പറയുന്ന ഒരു വലിയ നേതാവിനെയും പിന്നെ അയാളുടെ കൂടെ കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു സംസാരിക്കാൻ. അയാൾ വളരെ പരുഷമായി, അൻതും ഇൻദനാ മസാകീനു അബീദ്, നിങ്ങൾ ജീവിക്കാൻ ഗതിയില്ലാത്ത, അരിഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, നിന്ദ്യരും എളിഭ്യരുമായി ജീവിച്ചിരുന്ന സമൂഹമാണ് എന്നൊക്കെ പരുഷമായി ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെടലാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഇയാള്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും യോഗ്യനായ ആള് യുദ്ധം നയിച്ചാൽ നിങ്ങളെ പക്ഷിയെ പിടിച്ചമർത്തി പൊട്ടിക്കുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും പൊട്ടിച്ചു കളയുന്നു, നശിപ്പിച്ചു കളയുന്നു. ഇതിങ്ങോട്ട് കേട്ടപാട് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അക്കമിട്ട് ഓരോന്നിനും മറുപടി നൽകിയതിന് ശേഷം, വഅമ്മാ ഖൗലുക അന്ന ഹാദർ റജുല ദലീല, വലിയ ഗാംഭീര്യമുള്ള വലിയ മഹാനാണെന്ന് പറഞ്ഞ ആളെ സംബന്ധിച്ച് ഖാലിദ് വലീദ് അതേ സ്വരത്തിൽ തിരിച്ചടച്ചുകൊണ്ട് പറഞ്ഞു, ഈ നിന്ദ്യനായ അവനെ സംബന്ധിച്ച് നീ വല്ലാതെ പറഞ്ഞു, അത് വലിയ ആളാണെന്നൊക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അവൻ ഒന്നുമല്ല. അയാൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള റുക്നുൽ മുൽക്കി, ഈ രാജാധികാരത്തിന്റെ, ഈ കിങ്ഡമിന്റെ, ഈ രാഷ്ട്രത്തിന്റെ റുക്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോ, ഇയാൾ റുക്നാണെങ്കിൽ അന റുക്നുൽ ഇസ്ലാം വസാഹിബു റസൂലില്ലാഹ്, ഞാൻ ഇസ്ലാമിന്റെ റുക്നാണ്, റസൂലുള്ളാഹിന്റെ സാഹിബുമാണ്. അങ്ങനെ യുദ്ധം തുടങ്ങി. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, കൃത്യമായി രേഖാമൂലം മനസ്സിലാക്കി വെക്കണം. റവൽ ബൈഹഖി ഫി ദലായിലിൻ നുബുവ വൽ ഹാകിം ഫി മുസ്തദ്റകിഹി വഗൈറുഹുമാ ബിൽ ഇസ്നാദ് അന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു ഈ യർമൂക്ക് യുദ്ധത്തിലാണ് ഫഖദ ഖലൻസുവതൻ, അദ്ദേഹത്തിന്റെ ഒരു തൊപ്പി നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിന്. യൗമൽ യർമൂക്ക് ഫഖാല ഉത്ലുബൂഹ, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, എന്റെ തൊപ്പി പോയിരിക്കുന്നു, ആ തൊപ്പി നോക്കുന്നു, ആ തൊപ്പി തെരഞ്ഞു നടക്കുമെന്ന്. അപ്പോ തൊപ്പി തരാൻ കുറെ ആളുകൾ പോയി. ഇത് ആളുകളുടെ ഇടയിൽ ഒരു മുറുമുറുപ്പുണ്ടാക്കി. എന്താ ഒരു തൊപ്പി കിട്ടിയെന്ന് നോക്കുമ്പോ അതൊരു പഴയ തൊപ്പി. അപ്പൊ ഇതാ ഹിയ ഖലിഖ, പഴയൊരു തൊപ്പിയാണ്. എന്താ ഇപ്പൊ ഖാലിദ്, ഈ ഒരു ഇത്രയും വലിയൊരു ബുദ്ധിമാനും തന്ത്രശാലിയുമായ ഒരു സൈനിക തന്ത്രശാലിയായ ഒരു വലിയ മഹാൻ, വലിയൊരാള് ഒരു തൊപ്പിക്ക് വേണ്ടി ആളെ വിടുന്നത് എന്താണ്? പോയിക്കോട്ടെ നോക്കല്ലേ വേണ്ടത് എന്നൊക്കെയുള്ള ഫഊതിബ ഫീഹി തന്നെ കാണാം. ചില ഇബ്നു കസീറിലൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഉതിബ ഫീഹി. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ളാഹി ഉംറ ചെയ്തു. ഫഹലഖ റഅസഹു, മുടി കളഞ്ഞു. ഫബ്തദറ الناس ജവാനിബ ശഅരിഹി ഫസബഖതുഹും ഇലാ നാസിയതിഹി. റസൂലുള്ളാഹി ആ കളയുന്ന മുടി സ്വീകരിക്കാൻ ആളുകൾ ഓടിയെത്തി. അപ്പൊ ഞാൻ ഓടിയെത്തിയിട്ട് തലേ റസൂലുള്ളാഹിയുടെ നാസിയത്തിൽ നിന്നുള്ള മുടി തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഫജഅൽതുഹാ ഫി ഹാദിഹിൽ ഖലൻസുവ, അതിൽ നിന്ന് ചിലത് ഞാൻ ഈ തൊപ്പിയിൽ വെച്ചിട്ടുണ്ട്. ഫലം അഷ്ഹദ് ഖിതാലൻ, ഒരൊറ്റ യുദ്ധത്തിനും ഞാൻ പങ്കെടുത്തിട്ടില്ല. വഹിയ മഈ, ഈ തൊപ്പി എന്റെ കൂടെ ഉണ്ടായും കൊണ്ട് ഇല്ലാ റുസിഖ്തു നസ്റ, അതിന്റെ ബറക്കത്ത് കൊണ്ട് സഹായം കിട്ടിയിട്ടല്ലാതെ. ഇതിന്റെ പേരാണ് സമസ്ത, ഇതിന്റെ പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന്. ഇതിനെ നിഷേധിക്കുന്നവന്റെ പേരാണ് വഹാബി എന്ന്, അവന്റെ പേരാണ് മൗദൂദി എന്ന്, അവന്റെ പേരാണ് തബ്ലീഗ് എന്ന്. അവരെ വെക്കേണ്ടയിടത്ത് തന്നെ വെക്കണം. അവരെ പേറി നടക്കാൻ പറ്റുകയില്ല. അത് ദീനിനെ നശിപ്പിച്ചു കളയും. ഇതൊക്കെ ദീനിന്റെ അടിസ്ഥാനങ്ങളാണ്. അടിസ്ഥാനങ്ങളെ നിഷേധിക്കലിലേക്ക് അതെത്തും. ആ അടിസ്ഥാനങ്ങളെ നിഷേധിക്കുന്നതിലേക്ക് എത്തിത്തീരും ഇതിനൊക്കെ തള്ളിക്കളഞ്ഞാൽ. അതടിസ്ഥാനമാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ആ അടിസ്ഥാനത്തിൽ നിന്ന് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഖാലൽ ഹൈതമി, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഹൈതമി പറയുന്നു, മജ്മഉ സവാഇദിൽ റവാഹു തബറാനി വ അബൂ യഅല ബിനഹ്വിഹി വരിജാലുഹുമാ റിജാലുസ് സഹീഹ്. അതിന്റെ റിജാലു സഹീഹാണ്, സഹീഹായ റിപ്പോർട്ടാണ്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അതുകൊണ്ട് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു സ്ത്രീ വന്ന സംഭവം നമുക്കറിയാലോ. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നബിയെ, പിന്നെ ഇനി ഉസ്റാഉ, റിയാദുസ് സാലിഹീനിൽ അടക്കമുള്ള ഹദീസാണ്, എനിക്ക് ഈ സറ ഉണ്ടാവാറുണ്ട്, അല്ല അപസ്മാരം പോലത്തെ അസുഖം, അതുകൊണ്ട് എനിക്ക് അത് ശിഫയാവാൻ വേണ്ടി ദുആ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറയുന്നത് എന്താ? നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, അല്ല നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗമുണ്ട്. അല്ല, എന്തിനാ ഈ പെണ്ണ് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഈ അപസ്മാരത്തിന്റെ സൂക്കേട് പറയാൻ പോയത്? റസൂൽ ആരാ? അങ്ങനത്തെ അതിന് ചികിത്സിക്കുന്ന വല്ല വൈദ്യരാണോ? അല്ല, എന്നാ ദുആ എടുക്കാം, എന്താ പെരുക്കണ ദുആ ഇരുന്നാ പോരെ? ഈ ചോദ്യം ഇവിടെ ചോദിക്കണ ചോദ്യം അവിടെ ഇല്ലേ? അള്ളാഹു എല്ലാരും ദുആ കേൾക്കില്ലേ? എന്തിനാ അവിടെ പോയി ദുആ എടുക്കാൻ പറയുന്നു? ഈ പെണ്ണിനെ അവിടെ നിന്ന് ദുആ ചെയ്താ പോരെ? ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ. സഹീഹുൽ ബുഖാരിയിൽ വെള്ളമില്ലാതായപ്പോ അങ്ങോട്ട് ഉണ്ട്, റസൂലുള്ളാഹി വെള്ളം കൊണ്ടുവരുന്ന ആളാ. അപ്പൊ അത് ഉമ്മത്തിന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. സമൂഹത്തിന് അതിൻ്റെതായ കാര്യങ്ങൾ നേടിയെടുക്കാൻ മഹാന്മാർ ഒരു എളുപ്പ വഴിയാണ്. അതിലൂടെ ദുന്യാവിലും ആഖിറത്തിലും കാര്യങ്ങൾ സാധ്യമാകും എന്ന്. എന്നാ പിന്നെ അത് ദുന്യാവിൽ മാത്രമാണോ? അല്ല. ഇപ്പൊ നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുക നമ്മളെ കുബൂരി എന്നാണ്. കുബൂരി എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു ബേജാറാ. കുബൂരി എന്ന് പറഞ്ഞാൽ എന്താ? ഖബറിലേക്ക് ചേർക്കപ്പെട്ട ആള്. ആ പറച്ചിലിന്റെ ശൈലിയൊക്കെ എന്താന്നുള്ളത് വേറെ. ഖബറിലേക്ക് പോകേണ്ടവരല്ലേ നമ്മളൊക്കെ. പിന്നെ ഖബറിനൊരു പ്രത്യേകത, ഖബറിലുള്ള ആളുകൾക്ക് പ്രത്യേകത കണ്ടുകൊണ്ട് അവരെ ബഹുമാനിക്കുന്ന ആളുകളെ ഖബറാരാധകൻ, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ, അതുകൊണ്ട് തബറുക്കെടുക്കുന്ന അങ്ങനെയുള്ള ആളുകളെ ഖബറാരാധകൻ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് ഒരു ഖബർ ചോദിക്കേണ്ട ആവശ്യം എന്തുണ്ട്? ആ ഖബറിൽ ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ എവിടെ കിടന്നാലും പോരെ? ലോകത്തിന്റെ എവിടെ കിടന്നാലും എന്താ? റസൂലുള്ളാഹിന്റെ കാലിന്റെ ചുവട്ടിൽ ഒരു ഖബർ എന്ന് പറഞ്ഞ് കെഞ്ചുന്ന ഉമർ ഖത്താബ് തങ്ങളല്ലേടോ ആദ്യത്തെ ഖുബൂരി? ആ ഉമർ റളിയല്ലാഹു അൻഹു ഖുബൂരിയാണെങ്കിൽ നമുക്കും ഖുബൂരി ആവാം. അവരെന്താണോ അതുകൊണ്ട് വിചാരിച്ചത്, വിശ്വസിച്ചത്, അതെന്നെ ഞങ്ങളും വിശ്വസിക്കുന്നുള്ളൂ. അവർ ഞങ്ങളാരും പഠിച്ചവന്മാരല്ല. അവർ മുതബറക്കീങ്ങളായ ആളുകളാണ്. അവർക്ക് അവരുടേതായ മദതുകൾ അവരിൽ നിന്നുണ്ടാകും. അതവരും മനസ്സിലാക്കി, നമ്മളും മനസ്സിലാക്കി. പല സംഭവങ്ങളും നമുക്ക് പറയും. ഇനി ഇത് നമ്മൾ മാത്രം തുടങ്ങിയ പണിയാണോ? ഖാല മുഹമ്മദ് ഇബ്നു ഉമർ വതൂഫിയ. ഇമാം ദഹബ് സിയറു അഅലാമിൻ നുബലാ പോലെയുള്ള കിതാബുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. അങ്ങനെ നിങ്ങൾ പരിശോധിച്ചാൽ മുഴുവൻ അയിമ്മത്തിനെയും ഖുബൂരികളാക്കേണ്ടി വരും. നിങ്ങൾ മുഴുവൻ അയിമ്മത്തിനെയും. ഇമാം ബുഖാരിനെ ഖുബൂരിയാക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു ക്ലാസ്സിൽ. സന്നഫ്തു താരീഖ ഇൻദ ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി പറയാണ്, താരീഖ് ഞാൻ രചിച്ച് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ടാണ്.
സഹീഹുൽ ബുഖാരിക്ക് ഇത്രമേൽ മഹത്വം ഉണ്ടാവാനുള്ള കാരണം ഇബ്നു അബീ ജംറയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ഹജർ ഇമാം പറയാണ്. ഇബ്നു അബീ ജംറ വലിയ ആരിഫാണ്, വലിയാണ്. മൂപ്പരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് മഹാന്മാരായ ഉലമാ പറയാറുണ്ടായിരുന്നു. കാരണം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇമാം ബുഖാരി അതിന്റെ തറാജിമ് തഹരീർ ചെയ്തത്. അതാണ് ഇത്രയും വലിയ മഹത്വം ഉണ്ടാകാൻ കാരണം. ഈ പറഞ്ഞവരൊക്കെ കുബൂരിയല്ലേ? അപ്പോ ഇതൊക്കെ തന്നെയല്ലേ ഈ തബറുക്ക് എന്ന് പറയുന്നത്, ബർക്കത്തെടുക്കുക എന്ന് പറയുന്നത്. ഇനി അത് മാത്രമാണോ? ഇങ്ങനെയുള്ള അയിമ്മത്ത് റിപ്പോർട്ട് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ, ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം. ഖാല മുഹമ്മദ് ബിൻ ഉമർ വതൂഫിയ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖുസ്തന്തീനിയയിൽ മരണപ്പെട്ടു. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ സനത 52 എന്നങ്ങനെ പറഞ്ഞിട്ട് പറയണം. യസീദ് ബിൻ മുആവിയ മയ്യത്ത് നിസ്കരിച്ചു. വഖബ്റുഹു ബിഅസ്ലി ഹിസ്നിൽ ഖുസ്തന്തീനിയ, അവിടുത്തെ ആ കോട്ടയുടെ അസ്ലിലായിട്ട് അതുണ്ട്. ബിഅർളി റൂം. ഫഖദ് ബലഗനി, അതുമായി ബന്ധപ്പെട്ട വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന റൂമ യതആഹദൂന ഖബ്റഹു, അവിടെയുള്ള മുഅ്മിനീങ്ങൾ അവരുടെ ഖബറിനെ പരിപാലിക്കാറുണ്ട്. വയറുമൂനഹു, അതിനെ ആവശ്യത്തിന് അലങ്കരിക്കാറുണ്ട്, അറ്റകുറ്റപ്പണികൾ ചെയ്യാറുണ്ട്, കാത്തു സൂക്ഷിക്കാറുണ്ട്. വയസ്തസ്ഖൂന ബിഹി, അവിടെ പോയിട്ട് ഇസ്തിസ്ഖാ ചെയ്യാറുണ്ട്, മഴയെ തേടാറുണ്ട്. ഇദാ ഖഹതു, അവർക്ക് ക്ഷാമമുണ്ടായാൽ എന്ന്. ഇത് ഇമാം ദഹബി സിയറിൽ ഉദ്ധരിക്കുന്നു. അതുപോലെ തബഖാത്തുൽ കബീറിൽ ഇബ്നു സഅദ് തബഖാത്തിലും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി അതുപോലെ മഹാനായ മുഹമ്മദ് ബിൻ സഅദ് ബിൻ മനി അസ്-സുഹരി പറയാണ്, വഖുത്തില മുസ്അബ്, ഒരു മഹാനായ മുസ്അബ് എന്ന് പറയുന്ന ഒരു മഹാനെ പറ്റി വിവരിച്ചുകൊണ്ട് പറയുന്നു, അവരുടെ ഖബറും ഇതിന്റെ അടുത്താണ്. വഖബ്റുഹു ലാഹിറുൻ അലൈഹി മശ്ഹദുൻ വഖുബ്ബ, അതിന്റെ മുകളിൽ കുബ്ബുണ്ട്. അങ്ങനെ അവരൊക്കെ പരിപാലിച്ചു കൊണ്ടുവന്നിരുന്നു. അബുൽ ഹസൻ അലി ഇബ്നു മുഹമ്മദ് അൽ ബഷാർ സാഹിദ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം വിവരിക്കുന്നുണ്ട്. വലിയ മഹാനായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് വഖബ്റുഹു ലാഹിറുൻ ബിൽ അഖബ എന്നൊക്കെ പറഞ്ഞ് യുതബറഖു ബിഹി വകാനൽ ഖാദിറു ബില്ലാഹ്. ഖാദിറു ബില്ലാഹ് എന്നത് അബ്ബാസി ഭരണാധികാരികളിൽപ്പെട്ട ഒരാളാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. പക്ഷെ അദ്ദേഹം വെറും ഒരു ഭരണാധികാരിയല്ല. ദയ്യിനൻ മുതഅബ്ബിദൻ വഖൂറൻ മിൻ ജില്ലത്തിൽ ഖുലഫാഇ തഫഖഹ അലാ അബി ബശർ എന്നിങ്ങനെ അബി ബശർ എന്ന് പറഞ്ഞിട്ട് കാനൽ ഖതീബുൽ ബഗ്ദാദി പറഞ്ഞു, കാനദ് ദീനു വ ഇദാമത്തു തഹജ്ജുദി വ കസറത്തു സദഖാതി മിൻ സിഫാതിഹി. അദ്ദേഹം ഉസൂൽ കിതാബ് രചിച്ച മഹാനാണ്. ഉസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറയുന്നതല്ല ഉദ്ദേശിച്ചതെന്ന് പിന്നീട് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതിൽ സഹാബത്തിന്റെ ചരിത്രമുണ്ട്, അങ്ങനെ തുടങ്ങി. അത് അവിടെ വെള്ളിയാഴ്ച മുഹദ്ദിസീങ്ങൾ പാരായണം ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഭരണാധികാരിയാണ്. മൂപ്പരി ഖബർ സിയാറത്ത് ചെയ്യാൻ പോകലുണ്ട്. എന്നിട്ട് പറയാണ് യസൂറു ദായിമൻ, എപ്പോഴും സിയാറത്തിന് പോകാറുണ്ട്. അങ്ങനെ ഈ മഹാനെ പറ്റി പറയാണ്. എന്തെന്ന്? ജാഅത്തുഹു ഇംറഅ, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പെമ്പറന്നോള് വന്നു, ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്ന ബിനി ഖദ് ഗാബ, എന്റെ മോൻ എവിടെയോ പോയിരിക്കണത്. എന്താപ്പത്? എന്റെ മോൻ പോയതിന് ഇവിടെ വന്നിട്ട് എന്താ? നമ്മളൊന്ന് ചെയ്യണില്ലേ ആ പണി? മഹാന്മാരത്ത് പോയിട്ട് സങ്കടം പറയാം. ഒന്നുമല്ല, അവർ ദുആ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ നൂറുൽ ഈമാൻ കൊണ്ട് എന്തെങ്കിലും നോക്കി പറയാൻ പറയുമെങ്കിൽ അത് ചെയ്യും. ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് വേറെ, അതും നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യ സമയത്ത് പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ പറയുന്നത് അതിന്റെ പേരിൽ അടിസ്ഥാനത്തെ തള്ളിക്കളയാൻ അനുവദിച്ചു കൊടുത്തുകൂടാ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഇത് നമ്മളാരും തുടങ്ങി വെച്ചതല്ല, അവരൊക്കെ ചെയ്തു വന്നതാണ്. അങ്ങനെ പറഞ്ഞു. വഖത്താലത്ത് ഗൈബത്തു, പോയിട്ട് കുറെ കാലമായിരുന്നു. ഫഖാല, അപ്പൊ മൂപ്പര് ഈ സ്ത്രീയോട് പറഞ്ഞു, അലൈക്കി ബിസ്സബർ, ക്ഷമിക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ മൂപ്പത്തിയർക്ക് തിരിഞ്ഞത് അലൈക്കി ബിസ്സബിർ എന്നാണ്. സബീർ എന്ന് പറഞ്ഞാൽ ഈ കറ്റവായ നീര് എന്നൊക്കെ പറഞ്ഞ് കഴിക്കണ ഇതിനാണ് പറയാ. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. മൂപ്പത്തിയർക്ക് തിരിഞ്ഞത് അതാ. ഇതും കേട്ട് മൂപ്പര് പോയി. ഫവന്നത്ത് അന്നഹു യഅ്മുറുഹാ ബിഅക്ലി സബീർ, ഈ കറ്റവായ കഴിക്കാനാണ് ഈ പറയണതെന്ന് തോന്നി. ഈ കഴിക്കണ സാധനം ഈ സാധു അതിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് പോയി നന്നായി കഴിച്ചു. സുബ്ഹാനല്ലാഹ്. വകാനത്ത് ഇൻദഹാ മംലൂ, ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. അതിന്റെ കയ്യിലുള്ളതിന്റെ, മൂപ്പരെ വീട്ടിലുണ്ടായിരുന്നതിന്റെ പകുതി തിന്നു കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ. എന്നിട്ട് പിന്നെ സുമ്മറജാത്തിയിലേക്ക്, പിന്നെ മൂപ്പരടുത്ത് വന്നു. ഫശക്കത്തിയിലേക്ക് പോയപ്പോ ഇപ്പോഴും എൻ്റെ മോൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. വന്നിട്ട്
അപ്പൊ പറഞ്ഞു അലേക്ക് ബിസ്സബിർ എന്ന് പറഞ്ഞു. ഞാനത് തിന്നിരിക്കണ പറഞ്ഞു. അപ്പൊ മുപ്പത്തി ഞാനത് കുറെ തിന്നിരിക്കണ പറഞ്ഞു. അപ്പൊ മൂപ്പരാകാന്തം വിട്ടു. ഇത് തിന്നേ. അതിന് മൂപ്പർക്ക് വിഷമായി. ആ കുട്ടി വന്നിട്ട് പൊയ്ക്കോറണം. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കുട്ടി വന്നിട്ടുണ്ട്. എന്നാ കുട്ടി വന്നിട്ടുണ്ട് പൊയ്ക്കോറൻ. ഇതൊന്നും നമ്മളെ സമസ്തക്കാരെവിടെ എഴുതി വെച്ച പുസ്തകത്തിലുള്ളതല്ല. അയിമ്മത്തിന്റെ സിയറിൽ താരീഖിൽ നോക്കിയാൽ കാണാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മനസ്സിലാക്കണം. അപ്പോ ഫറജ പല ഗ്രന്ഥങ്ങളിലും ഇതുണ്ട്, താരീഖിന്റെ കിതാബുകളിൽ. ഫറജഅത് ഇലാ മൻസിലിഹാ ഫവജദത് ഇബ്നഹാ ഹുനാക്. ഞാൻ അവസാനിപ്പിക്കാം, മഗ്രിബ് ആവാനായി. അപ്പോ ഇങ്ങനെ കൂടെ നിൽക്കണോണ്ട് ഒരുപാട് ഗുണങ്ങൾ ദുന്യാവിലും ഉണ്ട്, ആഖിറത്തിലുള്ളതിന്. ആദ്യം തന്നെ ഞാൻ ഹദീസ് മുത്തഫഖ് അലൈഹി ഹദീസ് ഓതി വെച്ചല്ലോ. ഇവിടെ നിങ്ങൾ കൂടെ ആയതുകൊണ്ട് അവിടെയും കൂടെ ആയിരിക്കും. ഇതായിരുന്നു സഹാബത്തിന്റെ ദീന്, ഇതായിരുന്നു അയിമ്മത്തിന്റെ ദീന്. ആ അയിമ്മത്തിന്റെ ദീനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നസ്സുകളെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. നസ്സ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ചില അടിസ്ഥാനപരമായ ആലാത്തുകൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പുറമെ ഖൽബിന്റെ തഹാറത്തുണ്ടെങ്കിലേ ദീനിന്റെ നസ്സ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഫഹ്മുൻ നുസൂസിന് സാധിക്കാത്ത ആളുകൾ ദീനിനെ അലങ്കോലപ്പെടുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ പരിശുദ്ധമായ ദീനിനെ നിലനിർത്താൻ, അതിനുള്ള ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവന്റെ ദീനിന്റെ ഖാദിമീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ